മകൾ റോഷ്നിക്ക് സുഖമില്ലായിരുന്നു. അവളുടെ യജമാനത്തെ രാവിലെ മുതൽ ഒരുപാട് തവണയായി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ കാര്യം വൃന്ദ, ഇന്ന് ജോലിക്ക് വരുന്നില്ലേ? മുഴുവൻ പാത്രവും കിടപ്പുണ്ട്, നിന്റെ ഒരു വിവരവുമില്ല. യജമാനത്തി, മോൾക്ക് സുഖമില്ല. പിന്നെ ഇവളുടെ അച്ഛനും വീട്ടിലില്ല. അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്. മോളെ തനിച്ചാക്കി എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്നും കേൾക്കണ്ട, മിണ്ടാതെ ജോലിക്ക് വാ. ഇല്ലെങ്കിൽ ഞാൻ സമയം കളയാതെ വേറൊരാളെ ജോലിക്ക് വെക്കും. ഇനി എന്താണ് ചെയ്യുക? റോഷ്നി മോളെ, കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ആരോഗ്യം എങ്ങനെയുണ്ട്? അമ്മേ, മരുന്ന് കഴിച്ചപ്പോൾ സുഖമായെന്ന് തോന്നുന്നു. ആ, പനി ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നീയും എന്റെ കൂടെ ജോലിക്ക് വാ. നീ അവിടെ ഇരുന്നോളൂ. അപ്പോഴേക്ക് ഞാൻ ജോലി എല്ലാം തീർത്തിട്ട് വരാം. വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ ജോലിക്ക് പോയില്ലെങ്കിൽ യജമാനത്തി വേറൊരാളെ വെക്കും. ദീപാവലിയുടെ ദിവസമാണ് മോളെ. യജമാനത്തെ വിശ്വസിക്കാൻ പറ്റില്ല. വേറൊരാളെ വെച്ചാൽ നമ്മുടെ ജോലി നഷ്ടമാകും. വരൂ, വേഗം വരൂ. വൃന്ദ റോഷ്നിയെയും കൊണ്ട് ജോലിക്കെത്തുന്നു. ഈ രോഗിയെയും കൂട്ടിയാണോ വന്നത്? ജോലി ചെയ്യുമോ അതോ ഇവിടെ നോക്കുമോ? വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിരുന്നാൽ ഇവൾക്ക് ഭയങ്കരമായിട്ട് പേടിയാകും. ഇവിടെ അടങ്ങിയിരുന്നോളും, ശല്യപ്പെടുത്തില്ല. റോഷ്നി മോളെ, നീ അവിടെ ഇരിക്ക്. ആദ്യം പാത്രം കഴുക, പിന്നെ ഫാനും വൃത്തിയാക്കണം. ശരി യജമാനത്തി. അപ്പോൾ യജമാനത്തിയുടെ മകളും ഭർത്താവും അവിടേക്ക് വന്നു. നോക്കൂ സൗമ്യ, നിന്റെ ഓമന മകൾ ഖുഷി കുറെ ഷോപ്പിംഗ് ചെയ്തു. മമ്മി, അനാർ, പൂക്കുറ്റി, റോക്കറ്റ്, പിന്നെ കുറെ പടക്കങ്ങളും, പിന്നെ ഈ ചോക്ലേറ്റ്സും. ഇത് നോക്കൂ അമ്മേ, ഞാൻ എനിക്ക് വേണ്ടി രാവിലെ ധരിക്കാനുള്ള വേറെ ഡ്രസ്സും വാങ്ങി. നാളെ എന്റെ എല്ലാ ഫ്രണ്ട്സും വരില്ലേ? അപ്പോൾ ദീപാവലിയുടെ പാർട്ടിയിൽ പുതിയ ഡ്രസ്സ് ധരിക്കും. നാളെ രാവിലെ തന്നെ ദീപാവലിയുടെ പാർട്ടിയാണ്. വൃന്ദ, നാളെ രാവിലെ കൃത്യസമയത്ത് തന്നെ വരണം. ഖുഷി ദീപാവലി പാർട്ടിക്കുള്ള സാധനങ്ങൾ നോക്കുകയായിരുന്നു. റോഷ്നിയും അവളെ നോക്കുന്നുണ്ട്. ഏ പെണ്ണെ, ഈ സാധനങ്ങൾ എടുത്ത് ഖുഷിയുടെ റൂമിൽ കൊണ്ടുവയ്ക്ക്. ശരി ആന്റി. റോഷ്നി മിണ്ടാതെ പേടിച്ചുകൊണ്ട് ഖുഷിയുടെ മുറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റിന്റെ പാത്രം താഴെ വീഴുന്നു. ഓഹോ, എന്താ ശരിക്കും നടക്കാൻ അറിയില്ലേ? വൃന്ദ, നീ നിന്റെ മോളെ എന്താണ് പഠിപ്പിച്ചത്? ഒരു ജോലി പറഞ്ഞാൽ അവൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. വില കൂടി ആ ചോക്ലേറ്റ് പാത്രം താഴെ ഇട്ടു. എന്തു പറ്റി സൗമ്യ? എന്തിനാ ഇങ്ങനെ ഒച്ച എടുക്കുന്നത്? പപ്പ, റോഷ്നി ചോക്ലേറ്റിന്റെ പാത്രം താഴെ ഇട്ടു. ഇതുകൊണ്ടാണ് മമ്മി അവളോട് ദേഷ്യപ്പെട്ടത്. ഒന്നുമില്ല മോളെ, സാവധാനം എടുത്ത് മുറിയിൽ കൊണ്ടുവയ്ക്ക്. സൗമ്യ, നീ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികളോട് ദേഷ്യപ്പെടുന്നു. ജോലിയെല്ലാം തീർന്ന വൃന്ദ റോഷ്നിയെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. പക്ഷേ റോഷ്നി ദുഃഖിതയായിരുന്നു. എന്താ പറ്റിയത് റോഷ്നി മോളെ? നീ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അസുഖമൊന്നുമില്ലല്ലോ. അമ്മേ, എനിക്ക് ദീപാവലിയുടെ ഷോപ്പിംഗ് ചെയ്യണം. എനിക്ക് പടക്കവും പുതിയ കുപ്പായവും മിഠായിയും വേണം അമ്മേ. ഇപ്പോൾ നിന്റെ അച്ഛൻ വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പടക്കവും മിഠായിയും വാങ്ങിക്കൊണ്ടുവരും. വൃന്ദ എങ്ങനെയൊക്കെയോ റോഷ്നിയെ പറഞ്ഞു മനസ്സിലാക്കുന്നു. വൃന്ദ, എന്താ പറ്റിയത്? റോഷ്നി എന്താ നേരത്തെ ഉറങ്ങിയോ? ആ, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വരുമ്പോൾ പടക്കവും മിഠായിയും വാങ്ങി വരുമെന്ന് വിചാരിച്ച്. വളരെ കഷ്ടപ്പെട്ട 500 രൂപ കിട്ടിയത്. നീ നാളെ ജോലിക്ക് പോകുമ്പോ പടക്കവും മിഠായിയും വാങ്ങിക്കൊടുക്കണം. സന്തോഷമാവും. ശരി, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരാം. അടുത്ത ദിവസം വൃന്ദ റോഷ്നിയെയും കൂട്ടി ജോലിക്ക് പോകുന്നു. സ്വാമിയുടെ വീട്ടിൽ ദീപാവലി പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയായിരുന്നു. വൃന്ദ അതിഥികൾക്കായി ചായയും കാപ്പിയും പലഹാരങ്ങളും ഉണ്ടാക്കുകയായിരുന്നു. വൃന്ദ, പോയി മുന്നിലുള്ള ടേബിളിൽ ചായക്കുള്ള കപ്പും പാത്രവും വെക്കൂ. പ്ലേറ്റിലെ ബിസ്ക്കറ്റും ചിപ്സും തീർന്നിരിക്കുന്നു, അതും കൊണ്ടുവയ്ക്കണം. നീ രാമുവിനോട് പനീറിന്റെ പക്കോടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ? പനീർ കൊണ്ടുവന്നിട്ടുണ്ട്, പോയി നോക്കൂ. ശരി യജമാനത്തി, ഞാനിപ്പോൾ തന്നെ നോക്കാം. റോഷ്നി മോളെ, നീ ഇവിടെ ഇരിക്കെ, അപ്പോഴേക്കും ഞാൻ സാധനങ്ങളൊന്ന് നോക്കട്ടെ. മമ്മി, എന്റെ പടക്കങ്ങൾ എവിടെയാണുള്ളത്? എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ടെറസിൽ നിന്ന് കത്തിക്കണം. സ്വാമി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പമായിരുന്നു. അവർ ഖുഷി പറയുന്നത് കേട്ടതായി നടിച്ചില്ല. ഖുഷി തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ടെറസിലേക്ക് പോകുന്നു. റോഷ്നി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾക്കും പടക്കങ്ങൾ കാണണമായിരുന്നു. അവൾക്ക് പടക്കങ്ങൾ കത്തുന്നത് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവളും മിണ്ടാതെ അവരുടെ പിറകെ ടെറസിലേക്ക് പോകുന്നു. ഖുഷി തീപ്പെട്ടി കത്തിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അതിൽ നിന്നുള്ള തീ പടക്കങ്ങളുടെ മേൽ വീഴുന്നു. പിന്നെ അവൾ കരയാൻ തുടങ്ങുന്നു. അവൾക്ക് ചുറ്റും തീ പിടിക്കുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാം താഴേക്ക് ഓടിപ്പോകുന്നു. ഖുഷി ആ സമയം തനിച്ചാകുന്നു. മമ്മി, പപ്പ, രക്ഷിക്കൂ! മമ്മി, പടക്കങ്ങൾക്ക് തീ പിടിച്ചു. മമ്മി, എനിക്ക് പേടിയാവുന്നു. വേഗം രക്ഷിക്കൂ. പക്ഷെ പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താം. റോഷ്നി നല്ല വിവേകമുള്ള കുട്ടിയായിരുന്നു. അവൾ ടെറസിലുള്ള പൈപ്പിൽ നിന്നും വെള്ളം ബക്കറ്റിൽ നിറച്ച് ഖുഷിയുടെ മുകളിലേക്ക് ഒഴിച്ചു. അങ്ങനെ തീ കെട്ടുപോകുന്നു. ഈ സമയം എല്ലാവരും ടെറസിലേക്ക് വരുന്നു. ഖുഷി, എന്റെ കുഞ്ഞെ, നീ ഓക്കെ അല്ലേ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോളെ. ഈ തീ എങ്ങനെ പിടിച്ചു? പപ്പ, മമ്മി, തെറ്റ് എന്റേതാണ്.
ഞാൻ നിങ്ങളില്ലാതെ പടക്കം കത്തിക്കാൻ വന്നു. എന്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടിക്കൊള്ളി കത്തി പടക്കങ്ങളുടെ മേലെ വീണു. റോഷ്നി ബക്കറ്റിൽ വെള്ളം നിറച്ച് എന്റെ മുകളിൽ ഒഴിച്ചപ്പോൾ തീ അണഞ്ഞു. ഇല്ലെങ്കിൽ പടക്കം മുഴുവൻ കത്തുമായിരുന്നു. റോഷ്നി മോളെ, താങ്ക് യു സോ മച്ച്. എന്റെ കുട്ടി, നീ ഇന്ന് ഖുഷിയുടെ ജീവൻ രക്ഷിച്ചു. യു ആർ സോ സ്വീറ്റ് ബേബി. എല്ലാവരും താഴേക്ക് വരുന്നു. സൗമ്യ റോഷ്നിയോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇതിനുശേഷം ഖുഷി തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ദീപാവലിയുടെ പാർട്ടി നടത്തുന്നു. റോഷ്നി മോളെ, നീയും കുട്ടികളുടെ കൂടെ പോയി കളിക്കൂ. നോക്കൂ, എല്ലാവരും എത്ര എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. എല്ലാവരും കൂടി ദീപാവലിയുടെ പാർട്ടി നടത്തുന്നു. അതിഥികൾ എല്ലാരും തിരികെ പോയപ്പോൾ വൃന്ദയും തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നു. വൃന്ദ, ഇത് നമ്മൾ തരുന്ന കുറച്ച് സമ്മാനമാണ് നിനക്കും റോഷ്നിക്കും. പിന്നെ ഞാൻ എന്റെ വാക്കുകളിൽ വളരെയധികം ലജ്ജിക്കുന്നു. വൃന്ദ, ഞാൻ മനസ്സിലാക്കണമായിരുന്നു ദീപാവലി എല്ലാവരുടെയും ആഘോഷമാണെന്ന്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ നമ്മൾ ആഘോഷങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അതിന്റെ അവകാശമുണ്ട്. ഈ സമ്മാനം എടുക്കൂ, ഈ ഉത്സവം ആഘോഷിക്കൂ. റോഷിനി, ഞാൻ നിനക്ക് വേണ്ടി ഈ ബോക്സിൽ ഒരുപാട് പടക്കങ്ങൾ വെച്ചിട്ടുണ്ട്. താങ്ക് യു ഖുഷി. വീട്ടിലെത്തി റോഷ്നി വളരെ ആർഭാടത്തോടെ ദീപാവലി ഉത്സവം ആഘോഷിക്കുന്നു. സൗമ്യ അവൾക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. ഇതെല്ലാം കണ്ട് റോഷ്നിയുടെ മുഖത്ത് സന്തോഷം വരുന്നു. ഹേമ ദുർഗാദേവിയുടെ വലിയ ഭക്തയായിരുന്നു. അവർക്ക് വീട്ടിൽ പണത്തിനും ആഹാരത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഹേമയുടെ അമ്മായിയമ്മ പിശുക്കിയായിരുന്നു. അവർ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നാൽ ഒരു ദാനധർമ്മങ്ങളും നടത്തുകയുമില്ല. ഹേമ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. ആപ്പിൾ വേണോ? ആപ്പിൾ, നല്ല ചുവന്ന മധുരമുള്ള ആപ്പിൾ വേണോ? ആപ്പിൾക്കാരാ, ഈ ആപ്പിൾ എവിടെ നിന്നാണ്? ഹേമ, ഈ മനുഷ്യൻ ആരാണ്? അമ്മേ, ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ എനിക്ക് വിശക്കുന്നില്ല. ആ വൃദ്ധനായ മനുഷ്യന് കൊടുക്കാമല്ലേ? അദ്ദേഹം നന്നായി വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. മിണ്ടരുത്. എന്താ ഇവിടെ? ഭിക്ഷക്കാരന് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വിശപ്പില്ലെങ്കിൽ ചൂടാക്കി രാത്രി കഴിക്കാം. പൈസ സൂക്ഷിക്കാൻ പഠിക്കണം. കൈയെന്താ തുറന്നു വെച്ചിരിക്കുകയാണോ? അതിനു മാത്രം പൈസ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? തരൂ സഹോദര, 2 കിലോ ആപ്പിൾ തരൂ. 100 രൂപ അധികമാണ് നിങ്ങൾ എടുക്കുന്നത്. അത് പോട്ടെ. ഇതാ അമ്മേ. ഹേമയുടെ മനസ്സ് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ പൈസ ഉണ്ടെങ്കിലും ആരെയും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നവൾ ആലോചിച്ചു. അമ്മേ, ഇന്നൊരു നല്ല കസ്റ്റമറെ കിട്ടി. നല്ല വരുമാനം ഉണ്ടാകും. അവർ വലിയൊരു ഓർഡറാണ് തന്നത്. അവർക്ക് ഈ സീസണിലെ നമ്മുടെ ഷോപ്പിലെ സെക്ടർ ഇഷ്ടപ്പെട്ടു. ഓർഡറും ലഭിച്ചു. ഇതൊരു വളരെ നല്ല കാര്യമാണ്. സുമിത്ത് മോനെ, നീ ഇങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്ക്. വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ടായാൽ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ജോലി നല്ല രീതിയിൽ പോണം. സുമിത്തിന്റെ ജോലി നന്നായി പോകുന്നുണ്ടായിരുന്നു. അവന്റെ സമ്പാദ്യവും മികച്ചതായിരുന്നു. ഒരു ദിവസം ഹേമയുടെ അമ്മായിയമ്മ മുറ്റത്തിരുന്ന് തന്റെ പേഴ്സിലുള്ള പണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണിക്കൊണ്ടിരിക്കെ എണ്ണം മറന്നു പോകുന്നു. അപ്പോൾ മുറ്റത്ത് ഒരു ബാബ ഭിക്ഷയാചിച്ചു വന്നു. എണ്ണി എണ്ണി മടുത്തെനിക്ക്. ഇത് നോട്ടോ അതോ കഷ്ടപ്പാടോ? എണ്ണിയിട്ടും തീരുന്നില്ലല്ലോ. അമ്മേ, ഈ ബാബയ്ക്ക് എന്തെങ്കിലും തരണേ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ നോട്ട് കാരണം അസ്വസ്ഥയാണ്. കൂടാതെ നിങ്ങളും എന്നെ അസ്വസ്ഥയാക്കുകയാണോ? ഈ നോട്ട് എന്റെ കയ്യിലുള്ളിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടില്ല. പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ? അമ്മേ, പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഈശ്വരൻ എത്രയും പെട്ടെന്ന് ആ ബുദ്ധിമുട്ട് മാറ്റിത്തരട്ടെ. വിശക്കുന്ന ഒരാളെയും ഇതുപോലെ പറഞ്ഞയക്കരുത്. ഹേമയുടെ അമ്മായിയമ്മയുടെ ശ്രദ്ധ നോട്ട് എണ്ണുന്നതിൽ തന്നെയായിരുന്നു. അവർ ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഈ സമയം ആ സന്യാസി വിശന്നുകൊണ്ട് തിരിച്ചുപോയി. ഹേമ ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. അവർ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. വൈകുന്നേരം സുമിത്ത് വീട്ടിലേക്ക് വന്നു. അവന്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. എന്താ പറ്റിയത്? എന്താണിങ്ങനെ മനസ്സ് വേദനിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ പുതിയൊരു കസ്റ്റമറെ കിട്ടിയെന്ന്. അവർ ഫാക്ടറിയിൽ സെക്ടറിന് ഓർഡർ എടുത്തിരുന്നു. പെട്ടെന്ന് അദ്ദേഹം അത് വേണ്ടെന്നും വെച്ചു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. ഞാൻ ചരക്കുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് കസ്റ്റമറിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ഇന്നാണ് അയാൾ ഫോൺ ചെയ്തത്. അയാൾ ചരക്കുണ്ടാക്കുന്നത് നിരസിച്ചു. താങ്കൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഇതല്ലെങ്കിൽ വേറെ കസ്റ്റമർ വരും. താങ്കൾ ഇത്തിരി ഭക്ഷണം കഴിക്കൂ, ഒന്നും സംഭവിക്കില്ല. സുമിത്തിന്റെ ഫാക്ടറിയിൽ ചരക്കുകൾ നിർമ്മിച്ചും തുടങ്ങി. പക്ഷേ കസ്റ്റമർ ഒന്നും വാങ്ങാൻ വന്നില്ല. അത് കെട്ടിക്കിടക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സുമിത്തിന്റെ ജോലി നശിക്കാൻ തുടങ്ങി. വീട്ടിൽ പൈസയ്ക്ക് ക്ഷാമം ഉണ്ടാകാൻ തുടങ്ങി. വീട് ജപ്തിയാകാനുള്ള ഓർഡർ വരെയായി കാര്യങ്ങൾ. ഒരു ദിവസം ഹേമ വീടിനു പുറത്ത് അടിച്ചുവാരുകയായിരുന്നു. അപ്പോൾ ആ ബാബ അവിടെ എത്തി. ഇന്നും ഞാൻ വിശന്നുകൊണ്ട് ഇവിടെ നിന്നും പോകണോ? ഹേമയുടെ അമ്മായിയമ്മ കണ്ടത് കുറച്ചു ദിവസം മുൻപ് വിശന്ന് വീട്ടിൽ വന്ന ആ പഴയ ബാബയെ ആയിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ പുറത്തേക്ക് വന്നു. ഇല്ല ബാബ, ഞാൻ എന്താണ് പറയേണ്ടത്? നേരത്തെ ഇവിടെ പണമുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ വയറിന്റെ വേദന കണ്ടില്ല. ഇന്ന് എനിക്ക് ഭക്ഷണം തരാനും കഴിവില്ല.
ഇന്നും നിങ്ങൾ വാതിൽക്കൽ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. മുമ്പത്തെ പോലെ ഇന്ന് ഞങ്ങൾ സമ്പന്നരല്ല, ദരിദ്രരായിരിക്കുന്നു. ബാബ, ഈ റൊട്ടിയും ചട്നിയും താങ്കൾ കഴിക്കൂ. മകളെ, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് പങ്കിട്ടാൽ നിങ്ങൾക്ക് വിശക്കില്ലേ? ബാബ, എനിക്കെങ്ങനെ വിശക്കാനാണ്? ഞാൻ ദുർഗയെ പ്രാർത്ഥിച്ച് ദുർഗാദേവിയുടെ പ്രസാദം കഴിച്ചു. എന്റെ വയറും നിറഞ്ഞു. വിജയിക്കട്ടെ മകളെ, നിനക്ക് നല്ലതു മാത്രമേ വരൂ. നീ ദുർഗാമ്മയുടെ യഥാർത്ഥ ഭക്തയാണെങ്കിൽ വീട്ടിൽ ഇതുപോലെയൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ വരും. നവരാത്രി വ്രതമെടുക്കൂ. അമ്മ ദുർഗ എല്ലാം പുറത്ത് മാപ്പ് തരുന്നതാണ്. വിശക്കുന്നവർക്ക് ആഹാരവും ദാഹിക്കുന്നവർക്ക് വെള്ളവും കൊടുക്കൂ. അതോടെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ മുൻപത്തെ പോലെയാകും. ബാബ, ഞാൻ എന്തായാലും നവരാത്രി വ്രതം എടുക്കുന്നതായിരിക്കും. ബാബ പറഞ്ഞതനുസരിച്ച് ഹേമ എല്ലാ ശുദ്ധിയോടും നല്ല മനസ്സോടും കൂടി നവരാത്രി വ്രതം നോൽക്കുന്നു. വീട്ടിൽ ദേവിയുടെ കീർത്തനങ്ങളും പാടുന്നു. അങ്ങനെ ഹേമ തന്റെ വ്രതം നല്ല രീതിയിൽ അവസാനിപ്പിച്ചു. സുമിത് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മേ, ഇത് കേട്ടോ, എനിക്ക് സമാധാനമായി. എന്റെ സെക്ടറിനും ഷർട്ടിനും വലിയ ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഞാൻ വേഗം പണികൾ ചെയ്തു തീർത്തതുകൊണ്ട് കസ്റ്റമർ എന്റെ ചരക്കിന് അഡ്വാൻസും തന്നു. നീ സത്യമാണോ പറയുന്നത് മോനെ? ഹേമ, അമ്മ ദുർഗയുടെ പേരിലുള്ള വ്രതത്തിന്റെയും പൂജയുടെയും ഫലമായാണ് സുമിത്തിന് ഇത്രയും വലിയൊരു ഓർഡർ ലഭിച്ചത്. അമ്മ ദുർഗ ജയിക്കട്ടെ. അമ്മ ദുർഗയുടെ അനുഗ്രഹത്താൽ ഹേമയുടെ വീട്ടിലെ സന്തോഷം തിരിച്ചുവന്നു. സുമിത്തിന്റെ ജോലി നന്നായി തുടങ്ങി. ഹേമയുടെ അമ്മായിയമ്മ ദാനധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവരുടെ കൈകളാൽ സാധുക്കൾക്ക് ദാനധർമ്മം നടത്തി. ഹേമയുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നന്നായി തുടങ്ങി. നവരാത്രി വ്രതാനുസരണം രാമനവമി ദിനത്തിൽ ദുർഗാക്ഷേത്രത്തിൽ ദാനധർമ്മം നടത്തി. കുറച്ചുനാൾ കഴിഞ്ഞ് ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ഹേമ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു മകനും ഒരു മകളും. അമ്മ ദുർഗയുടെ ആശീർവാദം ഹേമയുടെ ജീവിതത്തിലുടനീളം സന്തോഷം നൽകി. Thanks for watching.